നിങ്ങൾക്ക് വേണ്ടിയാണ്, ഒന്നും അല്ലാഹ്ക്ക് ആവശ്യമില്ല. എന്നാൽ മനുഷ്യരായ നമ്മെ ഈ ഭൂമിയിൽ അല്ലാഹു ആർക്ക് വേണ്ടി പടച്ചതാണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെ അല്ലാഹു പടച്ചത് അല്ലാഹുവിന് വേണ്ടിയാണ്. അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അഥവാ ഈ ഭൂമിയിൽ പ്രപഞ്ച സ്രഷ്ടാവിന്റെ ആസ്തിക്യത്തെ സംബന്ധിച്ചും സാന്നിധ്യത്തെ സംബന്ധിച്ചും വിളംബരപ്പെടുത്തേണ്ടത് ആരാ? നമ്മളെ കടമയാണ്. അത് വേറെ ജീവികൾക്കൊന്നും ബാധ്യതയില്ല. അവരൊക്കെ അല്ലാഹു പടച്ചത് നമുക്ക് വേണ്ടിയാണ്. നമ്മളെ അല്ലാഹുവിന് വേണ്ടി പടച്ചു. അവനെ മനസ്സിലാക്കി അല്ലാഹുവിനെ ഇവിടെ വിളംബരം ചെയ്യും. അതാണ് നമ്മൾ അല്പസമയം മുമ്പ് ഇവിടെ നടത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് മനുഷ്യനെ സൃഷ്ടിച്ച ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആ അല്ലാഹുവിനെ വിളംബരപ്പെടുത്തുന്നതോടൊപ്പം ജീവിതത്തിന്റെ നിഖില മേഖലകളും അല്ലാഹു നിർദ്ദേശിച്ച രീതിയിൽ ക്രമപ്പെടുത്തി അല്ലാഹനെ വഴിപ്പെട്ട് ജീവിക്കുക. ഇതിനു വേണ്ടിയാണ് അല്ലാഹു മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഈ ദൗത്യം നിർവഹിക്കേണ്ടതുള്ളൂ. ഒരുപാട് കാലം ഇവിടെ വന്ന് അള്ളാഹനെ പരിചയപ്പെടുത്തുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്ത് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രം നമ്മൾ ആ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറ്റമില്ലാത്ത കാലം നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ വലിയൊരു സമ്മാനം നമുക്ക് തരും. ആ സമ്മാനം ഓൾറെഡി തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനി ഉണ്ടാക്കാനുള്ളതല്ല, അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആ സമ്മാനം. ഏതാണ് ആ സമ്മാനം? അത് സ്വർഗമാണ്. സ്വർഗമാകുന്ന സമ്മാനം അത് അല്ലാഹു നൽകാൻ തീരുമാനിച്ചത് ഈ ഭൂമിയിലെ ഹ്രസ്വമായ ഒരു കാലഘട്ടം അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് വേണ്ടിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാണ് നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്ന് എന്നും നമ്മൾ ഓർമ്മ പുതുക്കാൻ വേണ്ടി രാത്രിയിൽ നമുക്ക് ഓതാൻ പ്രത്യേകം നിർദ്ദേശിച്ചു തന്ന അധ്യായങ്ങളിൽ ഒന്നാണ് സൂറത്ത് തബാറക. അൽ മുൽക്ക് എന്നൊക്കെ പേരിൽ നമുക്ക് പരിചയമുള്ള ആ അധ്യായത്തിന്റെ ആദ്യത്തെ ആയത്തു തന്നെ ഇത് നമ്മളെ വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ അധികാരങ്ങളും അവന്റെ നിയന്ത്രണത്തിലാണ്. ആ അല്ലാഹു എത്ര ഖൈറും ബറക്കത്തുമുള്ളവനാണ് എന്ന ആമുഖം കൊണ്ട് തുടങ്ങിയിട്ട് അല്ലാഹു വലിയൊരനുഗ്രഹത്തെ സംബന്ധിച്ച്, ഒരു വിഷയത്തെ സംബന്ധിച്ച് പിന്നീട് പറയുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് ഇത്രയും വലിയ അധികാരമുള്ള അല്ലാഹു? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അവൻ മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ്. ശരിക്ക് നമ്മൾ വിചാരിക്കണ ക്രമനുസരിച്ച് എങ്ങനെ പറയേണ്ടത്? ജീവിതവും മരണവും അല്ലേ? ജീവിച്ചിട്ടല്ല മരിക്കണം. പക്ഷെ അല്ലാഹു തആല പറയുന്നത് എന്താ? മരണവും ജീവിതവും പടച്ചവനാണ് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു കാരണം പണ്ഡിതന്മാര് പറയുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ ദുനിയാവിലെ ജീവിതം പരാമർശിക്കാൻ മാത്രമില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞില്ല. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന മരണവും അതിനുശേഷം വരുന്ന അനന്തമായ ജീവിതവുമാണ് ഇവിടെ പരാമർശം. കാരണം എന്താ? മരണാനന്തര ജീവിതത്തിലേക്ക് ഭൗതിക ലോകത്തെ ജീവിതത്തെ ചേർത്തു വച്ചാൽ അത് വലിയ കടലിൽ നിന്ന് ഒരു സൂചി മുന കൊണ്ട് അല്പം വെള്ളം കോരിയെടുത്താൽ സൂചി മുനത്തൊമ്പിൽ എത്ര വെള്ളം ഉണ്ടാകും? കടലിലെ വെള്ളം എത്ര ഉണ്ടാകും? ഇത് രണ്ടും പോലെയാണ് മരണാനന്തരമുള്ള ജീവിതവും ദുനിയാവുള്ള ജീവിതവും തമ്മിലുള്ള അന്തരം. അതുകൊണ്ട് ഇത് പറയാൻ മാത്രമല്ല,
അപ്പൊ ഈ ആയത്തിന്റെ സാരം എന്തായി? കുറഞ്ഞ കാലം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ജീവിക്കാൻ അവസരം തന്ന് പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നു. ഇതെന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളെ ഒരു പരീക്ഷയ്ക്ക് വിധേയരാക്കി. എന്താ പരീക്ഷ? അയ്യുക്കും അഹ്സനു അമലാ. നല്ല വിശ്വാസം സ്വായത്തമാക്കിയതിന് ശേഷം തിന്മയേക്കാൾ കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഇതാണ് പരീക്ഷയുടെ റിസൾട്ട് വരേണ്ടത്. ഈമാൻ ക്ലിയറാക്കിയിട്ട് തെറ്റുകുറ്റങ്ങളെക്കാൾ പുണ്യകർമ്മങ്ങൾ കൂടുതൽ ചെയ്യണം. അത് ചെയ്താൽ ഈ പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കും. വിജയിച്ചാലോ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. തീർച്ചയായും വിശ്വാസം കുറ്റമറ്റ രീതിയിൽ ഉൾക്കൊള്ളുകയും സുകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് സർവ്വ സൗകര്യങ്ങളുമുള്ള സ്വർഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ദാലിക ഹുവൽ ഫൗസുൽ അളീം. ആ സ്വർഗം ലഭിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. ആ വിജയികളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അതിനെന്തു വേണം? കറകളഞ്ഞ വിശ്വാസവും അതോടൊപ്പം പുണ്യകർമ്മം. ആ സമ്മാനം അല്ലാഹു അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചു എന്ന് മാത്രമല്ല, ചെറിയ പെരുന്നാളിന്റെ ദിവസമായി കഴിഞ്ഞാൽ അഥവാ റമളാൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ശവ്വാൽ 1 ചെറിയ പെരുന്നാൾ, അന്ന് മുതൽക്ക് ഈ സ്വർഗലോകം അല്ലാഹു അലങ്കരിക്കാൻ തുടങ്ങുകയാണ്. അതിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിന്റെ മോടി കൂട്ടുകയും ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? 11 മാസങ്ങൾ കഴിഞ്ഞ് വരാൻ പോകുന്ന റമളാനു ശരീഫിനെ സ്വാഗതം ചെയ്യാൻ. നോക്കണം നിങ്ങൾ, സ്വർഗമാകുന്ന ലോകത്തെ അല്ലാഹു 11 മാസം അലങ്കരിക്കുന്നു വരാനിരിക്കുന്ന റമളാനിനു വേണ്ടി. മാത്രമല്ല, റമളാൻ എന്ന മാസം അങ്ങ് സമാഗതമായാലോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ. പിന്നെ ആ മാസത്തിലതാ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അതടക്കുന്ന ഒരു സെക്കൻഡ് പോലുമില്ല. റമളാനിൽ സ്വർഗത്തിന്റെ വാതിലടക്കാതെ എന്തിനാണത് തുറന്നു വെച്ചിരിക്കുന്നത്? അതൊരു വലിയ സന്ദേശമാണ്. ഇത് സ്വർഗത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന മാസമാണ്. ഈ സമ്മാനം നേടാൻ ആഗ്രഹമുള്ളവർക്ക് കയറി വരാനുള്ള അവസരമാണ് റമളാൻ. അതേ സമയത്തു തന്നെ അതാ റമളാൻ മാസമായി കഴിഞ്ഞാൽ നരകത്തിന്റെ മുഴുവൻ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുകയാണ്. എന്താണത് സൂചിപ്പിക്കുന്നത്? ഇതാളുകൾ നരകത്തിൽ പോകേണ്ട മാസമല്ല, ഇത് സ്വർഗത്തിൽ കടക്കേണ്ട മാസമാണ്. അതുകൊണ്ട് സ്വർഗീയ കവാടങ്ങൾ തുറന്ന് നരകവാതിലുകൾ അടച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കൃതമായ സ്വർഗത്തിലേക്ക് അതാ ആളുകൾക്ക് അവസരം കൊടുക്കുകയാണ് റമളാനായ. അതുകൊണ്ട് തീർന്നില്ല. ഒരനൗൺസറെ അല്ലാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് റമളാനായ. ആദ്യത്തെ ദിവസം മുതൽക്ക് ആ മാലാകാത ലോകത്തുടനീളം സഞ്ചരിച്ചുകൊണ്ട് അനൗൺസ് ചെയ്യുകയാണ്, യാ ബാഗിയൽ ഖൈർ, ഓ നന്മയാഗ്രഹിക്കുന്ന മനുഷ്യ, അഖ്ബിൽ, നീ മുന്നോട്ട് വരിക. നിനക്ക് വിജയിക്കണമെന്ന് ബോധ്യമുണ്ടോ? കടന്നു വരിക, കടന്നു വരിക. യാ ബാഗിയശ് ശർർ, തിന്മയുടെ ഉപാസകനായ മനുഷ്യ, അഖ്സിർ, അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. ഇതാ അല്ലാഹു സ്വർഗം തുറന്നു വെച്ചിരിക്കുകയാണ്, നരകം അടച്ചിട്ടിരിക്കുകയാണ്. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മാസമാണ്. റമളാൻ തീരുന്നത് വരെ ആ മലക്ക് ഈ അനൗൺസ്മെന്റുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം ആശ്രിത വത്സലനാണ്. അല്ലാഹുവിന്റെ അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ് അല്ലാഹു.
നമ്മളൊക്കൊന്ന് നന്നായി സ്വർഗത്തിന്റെ അവകാശികളായി തീരണമെന്ന് അള്ളാഹ്ക്ക് വലിയ താല്പര്യമുണ്ട്. അതിന് അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മളൊന്നായി കിട്ടാൻ വേണ്ടി അള്ളാഹു തആല താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനൊന്ന് മനസ്സ് കൊടുത്താൽ മതി. അത് നമ്മൾക്ക് വിട്ടു എന്നതാണ്. അതിന് മനസ്സ് തരികയാണെങ്കിൽ അള്ളാഹു തആല നമ്മളെ വിജയിപ്പിക്കും. എത്രയാണ് പടച്ചവന് നമ്മളൊന്ന് നന്നായാലുള്ള സന്തോഷം. ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു അവന്റെ ഒരടിമ തൗബ ചെയ്ത് നന്നായി തീരുന്നതിൽ എത്രമാത്രം സന്തുഷ്ടനാണെന്നതിനൊരു ഉദാഹരണം പറയാം. അവിടുന്ന് പറയുകയാണ്, ഒരു യാത്രക്കാരൻ ഒട്ടകപ്പുറത്ത് വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ചരിച്ച് ക്ഷീണം ബാധിച്ച് ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സമയത്തതാ ആ യാത്രക്കാരൻ ഇനി യാത്ര തുടരാൻ കഴിയില്ലെന്ന് തീരുമാനിച്ച് ഒരു ചെറിയ പച്ചപ്പ് കണ്ടപ്പോൾ ആ മരുപ്പച്ചയിൽ അയാൾ വിശ്രമിക്കാനിരുന്നു. അല്പം ഇരുന്നപ്പോൾ ക്ഷീണം കൊണ്ടയാൾ അങ്ങ് ഉറങ്ങിപ്പോകുകയാണ്. ഉറങ്ങി അല്പം കഴിഞ്ഞ് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന വാഹനം കാണുന്നില്ല. ഒട്ടകം എങ്ങോട്ടോ ഓടിപ്പോയിരിക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളം അതിന്റെ പുറത്താണ്, കഴിക്കാനുള്ള ഭക്ഷണം അതിന്റെ മേലെയാണ്. ഈ യാത്രക്കുള്ള എല്ലാ സാമഗ്രികളും ആ ഒട്ടകപ്പുറത്താണ്. ആ മനുഷ്യനാകെ പേടിച്ചരണ്ടുപോയി. ചുറ്റുഭാഗത്തേക്ക് നോക്കുമ്പോ കണ്ണെത്താത്ത മരുഭൂമിയാണ്. ചുട്ടുപൊള്ളുന്ന മണലിലേക്ക് കാലെടുത്ത് വെച്ചുപോയാൽ ആ കാലെടുത്ത് പിന്നെ നടക്കാൻ കഴിയില്ല, പൊള്ളിപ്പോകും. അതേ സമയത്ത് ഈ മരുഭൂമിയിൽ തന്നെ നിന്നാലോ അതിശക്തമായ ചൂട് കാരണം ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വരും. ഇനി വേറെ ഒരു മാർഗമില്ല. നിരാശനായി ക്ഷീണിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന ആ മനുഷ്യൻ പിന്നെയും അങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്ക് കഴിഞ്ഞ് പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പം സുബ്ഹാനല്ലാഹ്, നഷ്ടപ്പെട്ടുപോയ ആ മൃഗം തന്റെ എല്ലാ യാത്രാ സാമഗ്രികളോടുമൊപ്പം അയാളെ മുന്നിൽ വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യനുണ്ടായ സന്തോഷത്തെ നമുക്ക് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. എത്രയാണ് അയാളുടെ സന്തോഷം. എന്നാൽ ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനേക്കാൾ വലിയ സന്തോഷം കാണിക്കുന്നവനാണ് അവന്റെ പാപിയായ ഒരടിമ നന്നായി തീരാൻ മുന്നോട്ട് വരുന്ന സമയത്ത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അങ്ങനെ പടച്ചവനെ സന്തോഷിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സുവർണ അവസരമാണ് നമ്മുടെ പടിവാതിലെത്തി നിൽക്കുന്നത്. മഹാനായ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിയാണ്. മഹാനവറുകൾ പറഞ്ഞ സുദീർഘമായ ഒരു ഹദീസ് കാണാം. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ബറക്കത്താക്കപ്പെട്ട ശഅബാൻ മാസത്തിന്റെ ഒരവസാന രാത്രിയിൽ, ഒരവസാന ദിവസത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെയെല്ലാം വിളിച്ചു ചേർത്ത് ഒരു റമളാൻ മുന്നൊരുക്ക പ്രഭാഷണം നടത്തി. ആ പ്രസംഗത്തിൽ മാറ്റത്തിന്റെ മാസമായ ഒരു മനുഷ്യന് നന്നായി തീരാനുള്ള പരിശീലന കളരിയായ റമളാൻ മാസത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആമുഖമായി അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ പ്രിയപ്പെട്ട ജനങ്ങളെ, അത് അളല്ലക്കും ശഹ്റുൻ അളീം,
ഉണ്ടായാൽ ഇയാള് മനസ്സിന്റെ ഉള്ളിലുള്ള പ്രാവർത്തികമാകും, വേഷത്തിൽ വരും. അങ്ങനെ ഉണ്ട് ഇന്നലത്തെ കളി കണ്ടിന്യൂ, അങ്ങനെ തുടങ്ങും, ആദ്യം തന്നെ അതാ തുടങ്ങും. അപ്പൊ മനോഭാവം, നമ്മളെ മനസ്സിനെ സ്വാധീനിച്ച സംഗതികളാണ് സംസാരത്തിലൂടെ, വേഷത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ രംഗത്ത് വരിക. അതൊരു എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇനി ഒരാളെ സ്വാധീനിച്ചത് ഫുട്ബോൾ കളിയാണെങ്കിൽ, അതുമായി തന്നെ ബന്ധപ്പെട്ട് കൂടുന്നവനാണെങ്കിൽ അവന്റെ വേഷത്തിൽ മാറ്റം വരും. ആദ്യം തന്നെ ഒരു നീല വെള്ള കള്ളിയുള്ള കുപ്പായിടും, പുറത്ത് മെസ്സി എഴുതിയിട്ടുണ്ടാവും, അല്ലെ വേറെ ഏതൊക്കെ പേരുണ്ടാവും. അത് അവന്റെ മനസ്സിനെ സ്വാധീനിച്ചത് സംസ്കാരത്തിലേക്ക് വരിക. അതുപോലെ മുടി കട്ട് ചെയ്യുന്നിടത്ത് ചിലപ്പോ ആ ആൾക്കാരൊക്കെ മുടി നോക്കിയിട്ട് അതിനനുസരിച്ച് മുടി കെട്ടാം. പിന്നെയോ നടന്നു പോകുമ്പോഴൊക്കെ ചിലപ്പോ ഗോളടിക്കാനാ ഓങ്ങുക, കാലുകൊണ്ട് ഇങ്ങനെ ഓങ്ങും, എന്തേന്ന് കണ്ടാ തട്ടാൻ നോക്കും, പന്ത് ഇങ്ങനെ മനസ്സിന്റെ കടന്ന് ഇങ്ങനെ കറങ്ങാണേ. പിന്നെ നാലാളെ കിട്ടിയാൽ എന്തെന്നായിരിക്കും സംസാരം? ഇനിയിപ്പം അമേരിക്കന്റെ എന്താ കോപ്പ വരാൻ പോവാ, അതിനെ സംബന്ധിച്ച് ഇപ്പം വേറെ കുറെ ലാലിയില് എന്തൊക്കെ കഴിഞ്ഞ്, ഇതൊക്കെയാണ് എപ്പോഴും ചർച്ച. ഇങ്ങനെ സ്വാധീനിക്കുന്ന, മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് നമ്മളെ സംസ്കാരത്തിലും ഭാഷയിലും പെരുമാറ്റത്തിലും ഒക്കെ വരിക. ആ മനസ്സിലേക്ക് ഈ ജീവിതം എന്തിനു വേണ്ടിയാണോ അല്ലാഹു തആല നമുക്ക് അനുവദിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള ബോധമാണ് നമ്മളെ മനസ്സിനെ സ്വാധീനിച്ചതെങ്കിൽ, ആ ബോധം നമുക്ക് തരാൻ നിയോഗിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിയുടെ വേഷവും, ആ മുത്തുനബിയുടെ പ്രവർത്തനവും, മുത്തുനബിയുടെ സംസാരവും ഒക്കെയായിരിക്കും നമ്മളെ ജീവിതത്തിലൂടെ പ്രകടമാകുക. അങ്ങനെ ആയെങ്കിലേ നമുക്ക് അള്ളാന്റെ പൊരുത്തം കിട്ടൂ. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പറയൂ നബിയെ അങ്ങയുടെ ഉമ്മത്തിനോട്, നിങ്ങൾക്ക് അള്ളാനെ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യുക. ഞാൻ വസ്ത്രം ധരിച്ചതുപോലെ, ഞാൻ നടന്നതുപോലെ, ഞാൻ സംസാരിച്ചതുപോലെ, ഞാൻ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുക. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹ്